ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ജോമോൻ. ചിരിക്കാതെ മോഹൻലാൽ സിനിമയ്ക്ക് പോന്നോ? പോവാം. അപ്പൊ ഇതിനെ കൊണ്ടുപോകണോ? പിന്നെ ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ജോമോൻ. അപ്പൊ ഇന്ന് നമ്മള് കുറച്ച് നാളെ ലോങ് വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അതുമല്ല ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്നൊരു ലോങ് വീഡിയോ ചെയ്തിട്ടേ ഇല്ല നമ്മള്. അപ്പൊ ഇന്ന് നമ്മള് അമ്മച്ചിയെ, അപ്പച്ചനെ, ആൻഡോ, ജെറിൻ, ഞങ്ങളെല്ലാരും കൂടെ ജെറിനെ കണ്ടില്ലയോ? ജെറിനോടെ അപ്പൊ ഞങ്ങളെല്ലാരും കൂടെ അപ്പൊ ഇന്ന് തുടരും കാണാൻ പോവുകയാണ്. അപ്പച്ചനും അമ്മച്ചിക്കും കുറെ നാളായിട്ട് ഇങ്ങനെ പോണോന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്നാ പിന്നെ ലാലേട്ടന്റെ പടം തന്നെ കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇന്ന് കാണാൻ പോവുകയാണ്. അപ്പോ ടാറ്റ. അപ്പച്ചൻ വയസ്സനല്ല, അപ്പൻ സുന്ദരനല്ലയോ? അപ്പച്ചന ചെറുപ്പക്കാരനല്ലേ അപ്പച്ചൻ, പിന്നെന്താ അപ്പച്ചനെ പറ്റി ആരെന്താ പറയാനാ? എങ്ങനെയുണ്ട്? ആദ്യമായിട്ടോ അമ്മച്ചിയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലോ അമ്മച്ചി സിനിമ കാണാൻ പോന്നെ? ഇതുവരെ പോയിട്ടില്ലല്ലോ. അപ്പൊ ആദ്യമായിട്ട് സിനിമ കാണാൻ പോവില്ല. എത്ര വയസ്സായി? 75. അപ്പൊ 75 വയസ്സിൽ ആദ്യത്തെ സിനിമയാണ് തുടരും. തുടരും സിനിമയുടെ പേരാണ് തുടരും. അപ്പൊ അപ്പച്ചൻ പണ്ട് പോയിട്ടുണ്ടല്ലോ. അപ്പച്ചൻ ഏതായിരുന്നു? മറ്റേ മധുരവീരൻ കാണാൻ പോയ മുതലാണേ. അവൻ ഏത് തിയേറ്ററിലാണ് പോയെ? ചന്തയില്. എന്നിട്ട് കണ്ടോ? ഇഷ്ടപ്പെട്ടായിരുന്നു ആ പടം? ഒരുപാട് വീരന്മാരിങ്ങനെ പോയും വന്നും. ഓക്കെ, അപ്പൊ നമുക്ക് പോയിട്ട് വരാം എന്തായാലും അല്ലേ? ഇവിടെ നമ്മള് നൂറിനാട് സ്വാതി എന്ന് പറഞ്ഞ തിയേറ്ററിലാണ് പോകുന്നത്. അപ്പൊ ഇനി ഇവിടുന്നൊരു അരമണിക്കൂറേ ഉള്ളൂ നമുക്ക് എത്താനായിട്ട്. ഇപ്പൊ നമ്മള് കുറച്ചായി, ഇപ്പൊ നമ്മൾ എത്തും. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മളിന്ന് മൈക്ക് എടുത്തില്ല, മൈക്ക് എടുക്കാൻ മറന്നുപോയി. അപ്പൊ അതുകൊണ്ട് ശബ്ദത്തിന്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യില്ലയോ? അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പച്ചനെ വാച്ച് ഭയങ്കര ഇഷ്ടമല്ലയോ? അപ്പച്ചനൊരു കാര്യം അറിയോ? അപ്പച്ചൻ ICU കിടന്ന സമയത്തെ അപ്പച്ചൻ ആശുപത്രി ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പൊ ആണെങ്കില് അപ്പച്ചനാണെങ്കിൽ എല്ലാം ഊരി കൊടുത്തു, സാധനങ്ങള്, ചെരുപ്പ്, അതെല്ലാം ഊരി കൊടുക്കണമല്ലോ. അപ്പൊ ആണെങ്കില് ഇപ്പൊ എന്നെ കാണും, ആദ്യമായിട്ട് അപ്പച്ചൻ പോയി കാണും, ഒരാള് കാണണോന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി കയറി. അപ്പച്ചൻ ഇങ്ങനെ ഇറങ്ങി അടിച്ച് കിടക്കും അതിനകത്ത്. ഇടന്ന് കേറിയിട്ട് എന്നോട് ആദ്യം ചോദിക്കുക, മോനെ നിന്നല്ല എന്റെ റാഡോ വാച്ച് അവിടെ ഉണ്ടോ? അപ്പൊ അത്ര കിട്ടോ റാഡോ വാച്ച് ഇല്ലയോ? നരച്ച മുടിയും അതിനിപ്പോ എന്താ പച്ചാ? അപ്പച്ചന് എല്ലാവർക്കും ഇതാണ് ഇഷ്ടം. അപ്പച്ചൻ ഇങ്ങനെ വയസ്സായിട്ടിരിക്കുന്ന ഇഷ്ടം കേട്ടോ, വയസ്സാ. ഇതിപ്പം നൂറിനാട് നമ്മൾ ഏത് വഴിയാന്നറിയോ? നമ്മള് ആനേടി വഴിയാ വരുന്നത്. ആനേടിയെ കഴിഞ്ഞാണ്ട് നൂറിനാട് എത്തി ഇവിടെ. നീ മറ്റേ വഴിയാന്ന് അപ്പച്ചൻ അറിയാവുന്നേ? എനിക്ക് താമരകുളത്ത് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഇതാ വഴിയല്ലേ? ഇത് മറ്റേ നമ്മള് ആനേടിന്ന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് റൈറ്റ് വലത്തോട്ട് എടുത്തിട്ട് അവിടുന്ന് വരുന്ന വഴിയാ. അങ്ങനെ ആൻഡോ നമ്മളെ വേഗം എത്തിച്ചിരിക്കുന്നു. നമ്മളിത് തിയേറ്റർ എത്തി. ഇവിടെ നമ്മള് നൂറിനാട് സ്വാതിയിലാണ് വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എത്തിയപ്പച്ചാ തിയേറ്റർ എത്തിയാണ്ട് അപ്പുറം ഇതോ അവിടുന്ന് വലത്തോട്ട് പോണം. ഇവിടെ ഇതോ എത്തിപ്പോ കാണാം. ആണ്ടേ ഇനി അപ്പ വേടി
ടോസ്കോയിൽ നിന്നുമാകുന്ന എല്ലാ ടൂൾസുകൾക്കും സ്പെയർ പാർട്സും ഇവിടെ നമ്മള് പടം കണ്ടു തിരിച്ചു വരികയാണ്. അപ്പച്ചാ പടം കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? അപ്പച്ചി ഇഷ്ടപ്പെട്ടോ? അത്രേ ഉള്ളു. ജർമ്മനോ? പിന്നില്ലയോ? ജർമ്മൻ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. എന്നാ ശരി. ആൻഡ്രോയ്ക്കോ? നല്ല പടം. ഇനി നമ്മള് നേരെ തിരിച്ച് നമ്മുടെ വീട്ടിലേക്കല്ല, നമുക്ക് പറഞ്ഞെങ്കിൽ എവിടെയെങ്കിലും നിർത്തിയിട്ട് പോവാം. ഓക്കെ. പിന്നെ 2 ബുക്ക് അതായത് 3 പേരൂടെ എടുത്തു. എന്തൊക്കെയാ വേണ്ട? വേറെ എന്തെങ്കിലും വേണോ? അത് മാറ്റണമെങ്കിൽ എന്ത്? ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മള് നേരെ അവിടുന്ന് വന്നു, ചായ കുടിച്ചു, നമ്മള് കടി കഴിച്ചു, എന്നിട്ട് നമ്മള് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വീട്ടിലേക്ക് പോവാ അല്ലേ? എന്തുവാ? അടിപൊളി ചായ. ഇഷ്ടപ്പെട്ടോ? നല്ല പടമായിരുന്നു അല്ലേ? ആ കടി നല്ലതല്ലായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മള് കുറെ നാളിന് ശേഷം നല്ല ലാലേട്ടന്റെ നല്ല അഭിനയം, നല്ല ആക്ടിങ് ആയിരുന്നു. അടിപൊളി പടമായിരുന്നു. ആക്ച്വലി ഒരു ഓവറോള് ഇമ്പാക്ട് നല്ലൊരു പടമായിരുന്നു. കുറെ നാളായി ഇങ്ങനെ മോഹൻലാലിനെ കണ്ടിട്ട്. സോ ഇനിയിപ്പോ സൺഡേ ആണല്ലോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ജിമ്മില്ല. റെസ്റ്റ് ചെയ്യാം. നാളെ തൊട്ട് കംബാക്കിനുള്ള അന്ന് നമ്മളൊരു വീഡിയോയില് കുഞ്ഞൻ തിരിച്ച് ജിമ്മിലിട്ട് ഒരുമിച്ച് കയറാമെന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? പക്ഷെ കുഞ്ഞിന് ഇതുവരെ വന്നിട്ടില്ല ഗൈസ്. നാളെ തൊട്ട് ഞാനും ബാക്ക് ടു അപ്പൊ അതുകൊണ്ട് നാളെ മുതല് വീണ്ടും കംബാക്ക് നടത്താൻ വേണ്ടിട്ട് പോവുകയാണ്. അതെ. പിന്നെ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അല്ലേ? ബ്യൂട്ടിഫുൾ ഡേ. എന്താ പടം കണ്ട്. അതെ, ഡേ വിത്ത് ഗ്രാൻഡ് പേരൻസിന്റെ കൂടെയാണ് ഇന്ന് സ്പെൻഡ് ചെയ്തത്. യെസ്, നല്ല ദിവസമായിരുന്നു. നല്ല ദിവസം. ഗുഡ് ഡേ. അപ്പൊ ഇത് ചെറിയൊരു ഇതിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ജസ്റ്റ് ചുമ്മാ കൊണ്ടുപോയി നിങ്ങളെന്ന് കാണിക്കണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. നമ്മളിതിന്റെ ലോങ് വീഡിയോസ് എന്നല്ല, കുറച്ചുകൂടെ നല്ല വീഡിയോ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ട്. എല്ലാരും കാണുക. നമ്മൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. വീടെത്തി. ചില്ലറ ടാറ്റാ. ടാറ്റാ.